ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിനെ തുടർന്ന് മതപീഡനം നേരിട്ട സുഡാൻ സ്വദേശികളായ ദമ്പതികളും അവരുടെ മക്കളും ഇത്തവണ അമേരിക്കയിൽ ക്രിസ്തുമസ് ആഘോഷിക്കും. നാദ ഹമൂദ ദമ്പതികളും അവരുടെ മക്കളുമാണ് ഇത്തവണ അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷത്തോടെ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഇസ്ലാം മതം ഉപേക്ഷിച്ചതിനെ തുടർന്ന് സുഡാനിൽ അവർക്ക് വധഭീഷണി ഉൾപ്പെടെയുണ്ടായി. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതിന് ശേഷം ദമ്പതികളുടെ വിവാഹം അസാധുവായി പ്രഖ്യാപിക്കുകയും വ്യഭിചാരക്കുറ്റം അവർക്കുമേൽ ചുമത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വരെ സുഡാനിൽ ഉണ്ടായിരുന്നു. ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ ഐലൻഡ് ഡിഫെൻസിംഗ് ഫ്രീഡമാണ് ഇരുവരെയും സുഡാനിലെ കോടതികളിൽ പ്രതിനിധീകരിച്ചത്. എന്നാൽ അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് വെളിപ്പെട്ടതിനെ തുടർന്ന് ഷായി ഫണ്ടിൻ്റെയും അംബാസഡർ സർവീസ് ഇൻ്റർനാഷണലിൻ്റെയും സഹായത്തോടുകൂടി കുടുംബത്തെ അമേരിക്കയിലേക്ക് കുടിയേറുവാൻ സഹായിക്കുകയായിരുന്നു. സംഘടനയുടെ ആഗോള മതസ്വാതന്ത്ര്യ വിഭാഗത്തിന് ഡയറക്ടർ ഓഫ് അഡ്വക്കസി പദവി വഹിക്കുന്ന കെൽസി സോർസി കുടുംബം സുരക്ഷിതരാണെന്ന് അറിഞ്ഞതിൽ ആഹ്ലാദം രേഖപ്പെടുത്തി. 2018 ഹമൂദ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത്. 2021 നാദായും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. നാദായുടെ സഹോദരൻ ഇരുവരെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. 2020 മുതൽ സുഡാനിൽ മതം മാറുന്നത് നിയമവിധേയമായെങ്കിലും കടുത്ത പീഡനങ്ങളാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്ന വിശ്വാസികൾ നേരിടുന്നത്. ഓപ്പൺ ഡോർസ് സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 10ാം സ്ഥാനത്താണ് സുഡാൻ. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 4.4% മാത്രമാണ് ക്രൈസ്തവ വിശ്വാസികൾ.